പ്രിയമുള്ള സഹോദരങ്ങളെ, 8 സ്വർഗങ്ങളുണ്ട്, 8 ആരാമങ്ങളുണ്ട്, 8 മലർവാടികളുണ്ട്, 8 പൂങ്കാവനങ്ങളുണ്ട്. അതിലേറ്റവും ഔന്നത്യം ഫിർദൗസിനാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അവർ അനന്തരാവകാശികളാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നു, അവർ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തെ അനന്തരാവകാശമായി സ്വീകരിക്കും. അതിൽ അവർ നിത്യവാസികളുമായിരിക്കും. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അവർ അതിൽ കാലാകാലം താമസിക്കും. പരിശുദ്ധ ഖുർആൻ 8 സ്വർഗമാണ്. അല്ലാഹു തആല ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ഫിർദൗസ്. ആ ഫിർദൗസിൽ കടക്കാൻ, അതിനുവേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അതിന് ത്യാഗമുണ്ട്, അതിന് കഷ്ടപ്പെടണം. അല്ലാഹു പടച്ചവൻ ആ സ്വർഗത്തിലേക്ക് ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നാം ചർച്ച ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ എങ്ങനെയാണോ വർണ്ണിച്ചത് അതിന്റെ ഒരു രൂപം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നു, ഇദാ സഅൽതുമുല്ലാഹ അൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. ഫിർദൗസ് ചോദിച്ചോളീൻ. ഫഇന്നഹു അഅലൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന സ്വർഗ്ഗമാണത്. വമിൻഹു തഫ്ജുറു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഫിർദൗസിൽ നിന്നാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മുകളിൽ മറ്റു സ്വർഗ്ഗങ്ങളില്ല. അതിന്റെ മുകളിൽ റഹ്മാനായ അല്ലാഹുവിന്റെ അർശാണുള്ളത്. അർശിന്റെ തൊട്ടു താഴെയാണ് ഫിർദൗസ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. ബുഖാരി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സഹീഹ് മുസ്ലിമിനാ. നോക്കൂ, ഈ സ്റ്റേജിന്റെ ഈ മുകൾ ഭാഗം ഇത് അർശാണെന്ന് സങ്കല്പിക്കുക. അതിന്റെ താഴെ ഇത് ഫിർദൗസ. അല്ലാഹുവിന്റെ സിംഹാസനം അതിന്റെ തൊട്ട് താഴത്തെ പൂങ്കാവനമാണ്. എന്താ സ്വർഗം എന്ന് പറഞ്ഞ? എന്താ സ്വർഗം എന്ന് പറഞ്ഞ? ദുനിയാവിൽ ചില സ്വർഗങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടോ? കാശ്മീർ താഴ്വര കണ്ടിട്ടുണ്ടോ? അഫ്ഗാനിലെ സാത്ത് താഴ്വര, സ്വിറ്റ്സർലൻഡ്, ഞങ്ങളുടെ ഇരാറ്റുപേട്ടക്കടുത്തൊരു വാഗമണ്ണുണ്ട്, ഒരു ചെറിയ സ്വർഗമാ. മൂന്നാർ പോയിട്ടുണ്ടോ? ഇതൊക്കെ ദുനിയാവിലെ സ്വർഗം എന്നാ പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, അവിടെ ഇടതൂർന്ന വളർന്നു നിൽക്കുന്ന നല്ല ഹരിതാപമായ ഗ്രീനറി, പച്ചപ്പുണ്ട്, മലകളുണ്ട്, മൊട്ടക്കുന്നുകളുണ്ട്, അല്ലേ? അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഹദീഖ, അത് പൂങ്കാവനമാണ്. ഖുർആനിൽ അല്ലാഹു സ്വർഗത്തിന് പറഞ്ഞ പേരാണ് ജന്നത്ത്, ജന്നാത്ത്, ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ നഈം, ജന്നത്തുൽ മഅവ. 8 സ്വർഗമുണ്ട്. അതിൽ അല്ലാഹു തആല കുറെയൊക്കെ ഖുർആനിൽ അതിന്റെ പേരുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം, ശാന്തി നികേതൻ എന്നാ അതിന്റെ അർത്ഥം. ചില വീട്ടില് ബോർഡ് വെച്ചിരിക്കുന്നതാണ് ശാന്തി നികേതൻ, അല്ലെ? മലയാള ഭാഷയുമായി ബന്ധമുള്ള മലയാള ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വീടുകൾക്കാണ് ശാന്തി നികേതൻ എന്ന് എഴുതുന്നത്. ശാന്തി ധീരം എന്നൊക്കെ എഴുതി കണ്ടിട്ടില്ലേ? ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹം. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ശാന്തി തീരത്തേക്കാണ്, ദാറുസ്സലാമിലേക്കാണ്. ഖുർആൻ പറഞ്ഞ ഒരു പേരാണ് ദാറുസ്സലാം.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ഫിർദൗസ്. ഇപ്പൊ നാം ഓതിയല്ലോ. ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ജന്നാത്തുൻ നഈം, അനുഗ്രഹീതമായ സ്വർഗം. ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ജന്നത്തുൽ ഖുൽദ്. ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ജന്നത്തുൽ മഅ്വ. മനസ്സിലായില്ലേ? ഇങ്ങനെ 8 സ്വർഗങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. റെഡിയാണ് അങ്ങോട്ട് ചെല്ലാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. തഴവ ഉസ്താദ് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എത്ര തഴവ ഉസ്താദിനെ പറയണ്ട എന്ന് വിചാരിച്ചാലും പറഞ്ഞു പോവുകയാണ്. കാരണം ആ പണ്ഡിത പ്രതിഭ കൊച്ചു കൈരളിക്ക് നൽകിയത് കണ്ടില്ലേ നിങ്ങൾ? മവാഹിബുൽ ജലിയ അല്ലേ? ഉണ്ടോ നിങ്ങളുടെ വീടുകളിൽ? അതുണ്ടോ? ഉണ്ടോ? അത് വാങ്ങണം. ഓരോ വിഷയ അടിസ്ഥാനത്തിലാണത് തർത്തീബാക്കി വെച്ചിരിക്കുന്നത്, കോർവ ചെയ്തിരിക്കുന്നത് അല്ലേ? തഴവ ഉസ്താദ് എന്ത് പാടി സ്വർഗത്തെ പറ്റി? മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അല്ലാഹു പടച്ചവൻ ഓശാരമായിട്ട് സുഹൃത്തുക്കളെ ആ സ്വർഗത്തിൽ പോകാനുള്ള അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പൊട്ടിപ്പൊളിഞ്ഞ കുറെ കർമ്മങ്ങളെ ഉള്ളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അവൻ ഓശാരമായി ആ വീട്, ആ സ്വർഗം പടച്ചോ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 25-ാമത്തെ ആയത്ത് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഫ്രെയിമാണ്, ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഫ്രെയിമാണത്. അല്ലാഹു പറയുന്നു, നബിയേ വബശ്ശിരില്ലദീന ആമനൂ, അചഞ്ചലമായി വിശ്വസിക്കുന്നവർക്ക്, ഈമാൻ സുദൃഢമായി ഈമാൻ ഉള്ളവർക്ക് അവിടുന്ന് ഹാപ്പി ന്യൂസ് നൽകണം, സുവാർത്ത അറിയിക്കണം. വഅമിലുസ്സാലിഹാത്ത്, സുകൃതങ്ങൾ ചെയ്യുന്നവർക്ക്, അഅമാലുകളും അമലുകളും ചെയ്യുന്നവർക്ക്, സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അവിടുന്ന് സന്തോഷവാർത്ത നൽകണം. അന്നലഹും, തീർച്ചയായിട്ടും അവർക്കുണ്ട്, ജന്നാത്തിൻ തജ്രി, സ്വർഗങ്ങളുണ്ട്, മലർവാടികളുണ്ട്, ആരാമങ്ങൾ അവരെ കാത്തിരിക്കുന്നു, ഉദ്യാനങ്ങൾ അവരെ കാത്തിരിക്കുന്നു. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ കളകളാരവങ്ങൾ പൊഴിച്ചുകൊണ്ടൊഴുകുന്ന നല്ല നദികളുള്ള സ്വർഗം അവരെ കാത്തിരിക്കുന്നു. ഏത് സ്വർഗത്തിലാ? നദിയില്ലേ, അതിന്റെ പേര് സ്വർഗമെന്നല്ല. കുറച്ചു നാൾ മുമ്പ് കണ്ണൂരിന്ന് ഒരു ഗസ്റ്റ് ഇരാറ്റുപേട്ട വന്നു എന്റെ വീട്ടിൽ. അവിടെ നിന്ന് ഞങ്ങൾ വാഗമണ്ണ് കാണാൻ പോയി. അപ്പോ മുഴുവൻ നല്ല വെള്ളച്ചാട്ടങ്ങളാ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞു, ഈ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ വാഗമണ്ണിനൊരു സൗന്ദര്യമില്ല. നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ, അത് തേക്കടിക്ക് പോകുമ്പോഴും കാണാം. ആളുകൾക്ക് കുളിക്കാൻ തോന്നും. കൊല്ലം വഴി ചെങ്കോട്ടയ്ക്ക് ചെന്നാൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമുണ്ട്. കാട്ടിലൂടെ ഒഴുകി വരുന്ന ഔഷധ വെള്ളം എന്നാ പറയുന്നത്. എന്താ സ്ഥലത്തിന്റെ പേര് മറന്നുവല്ലോ. ഞാൻ പോയി കുളിച്ചത് കുറ്റാലം. കുളിച്ചിട്ടുണ്ടോ? ബർമുടയൊക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച്. അല്ല, കുറ്റാലം. കുറ്റാലത്ത് കുളി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. സുഹൃത്തേ, ഇത് ദുനിയാവിലെ സ്വർഗമാണ്. അപ്പോ റബ്ബുൽ ആലമീൻ പടച്ചു വച്ചിരിക്കുന്ന സ്വർഗം എന്താ? അല്ലാഹു പടച്ചവൻ നമുക്കെല്ലാം സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ഒന്ന് ആശിക്കീൻ, ഒന്ന് ആഗ്രഹിക്കീൻ ആ സ്വർഗത്തിന് വേണ്ടി. ഒന്ന് പടച്ചവനോട് ചോദിക്ക്, അള്ളാഹുവിനോട് ചോദിക്ക്. കുറെ ദിക്റുകളും സദഖകളും ചെയ്തിട്ട് ചോദിക്ക്. 5 നേരം സുജൂദ് ചെയ്തിട്ട് ചോദിക്ക്. ഫർളുകൾ മാത്രം പോരാ, ഒരുപാട് സുന്നത്തുകളും നിസ്കരിക്കണേ, ഹജ്ജും ഉംറയും ചെയ്യണേ, എല്ലാ ചാരിറ്റിയിലും പങ്കെടുക്കണേ, യതീമിന് ഭക്ഷണം കൊടുക്കണേ, രോഗിയെ ശുശ്രൂഷിക്കണേ, അയൽവാസിയോട് അനുകമ്പ കാണിക്കണേ, ദറസിനോടും മുതഅല്ലിമീങ്ങളോടും സിമ്പതി വെക്കണേ, അനുകമ്പ കാണിക്കണേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകും.
അള്ളാഹു സ്വർഗം നൽകും. എന്തിനാ ഈ ജമാഅത്ത്, കുഴിക്കാട്ടുമൂല ജമാഅത്ത് 3 ദിവസം പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പരിപാടി വെച്ചത്, ഒരു ദിവസം പ്രഭാഷണം വെച്ചത്, നിങ്ങളെയൊക്കെ വളരെ ബഹുമാനത്തോടെ ക്ഷണിച്ചു വരുത്തിയത് എന്തിനാ? ഒരു മഹല്ലാണ് ഈ കാണുന്നത്, ഒരു ഇടവകയാണ് ഈ കാണുന്നത്. നമ്മൾ ഒന്നാകെ ഈ സദസ്സിൽ വന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ സന്ദേശം കേൾക്കാൻ, അവന്റെ ഹബീബിന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ. അള്ളാഹു പടച്ചവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വിഷയം കേൾക്കുമ്പോ ഒരാഗ്രഹം വരും, അല്ലാഹുവേ ഖുർആൻ പറഞ്ഞ ആ സ്വർഗം, മുത്തുനബി പറഞ്ഞ ആ സ്വർഗം, അതിന്റെ ഒരു ഭാഗം ഞങ്ങൾ മനസ്സിലാക്കി അള്ളാഹു നമുക്ക് ആശിക്കാനും പടച്ചവനോട് ഇരക്കാനും കൈനീട്ടി ചോദിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, മുഅ്മിനീങ്ങൾക്കും അമലു സാലിഹാത്ത് പ്രവർത്തിച്ചവർക്കും അവർക്ക് സ്വർഗങ്ങളുണ്ട്. അന്നലഹും ജന്നാത്ത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം. നിങ്ങൾ മുസാഫ് ഓതുന്നില്ലേ, ഖുർആൻ ഓതാറില്ലേ? അല്ലാഹു തആല സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഇതിലെ ഒഴുകുന്ന പുഴയല്ല കേട്ടോ, ഇതിലെ ഒരു പുഴ ഒഴുകുന്നില്ലേ, ചെളിമയമുള്ള പുഴ. ഞങ്ങളുടെ ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ടാന, ഈരാർ എന്ന് പറയാൻ 2 നദിയുണ്ട്. പണ്ടൊക്കെ അടിയിൽ കിടക്കുന്ന കല്ലുകൾ കാണാമായിരുന്നു, നല്ല സ്ഫടികമാനമായ തെളിമയുള്ള വെള്ളമായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ നദികളൊക്കെ സുഹൃത്തുക്കളെ ഡ്രെയിനേജാണ്. എന്ന് പറഞ്ഞാൽ ഹോട്ടലുകാർക്ക് വേസ്റ്റ് തള്ളാനുള്ള, വീട്ടിലെ ഉമ്മപെങ്ങന്മാർക്ക് വേസ്റ്റ് തള്ളാനുള്ള ആറും തോടുമൊക്കെ ഇന്ന് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും രാജ്യത്തിന്റെ ജീവനാഡിയല്ലേ ശുദ്ധജല സ്രോതസ്സുകളായ പുഴകൾ അല്ലേ? ഇന്ന് സുഹൃത്തുക്കളെ ആർക്കും പുഴയിലിറങ്ങി ഒന്ന് മുങ്ങിക്കുളിക്കാൻ പോലും കഴിയുന്നില്ല. നോക്കൂ, എന്നാൽ സ്വർഗത്തിലെ വെള്ളം എന്താ? സ്വർഗത്തിലെ നദികൾ എന്താ? നോക്കൂ, സൂറത്ത് മുഹമ്മദിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. സ്വർഗത്തിൽ സാധാരണ നദികളുണ്ട്, സ്വർഗത്തിൽ പാലിന്റെ നദികളുമുണ്ട്, സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴകളുമുണ്ട്, സ്വർഗത്തിൽ തേനിന്റെ പുഴകളുമുണ്ട്. സൂറത്ത് മുഹമ്മദിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ലാഹു പറയുന്നു, മസലുൽ മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകാമെന്നേറ്റ പ്രോമിസ് ചെയ്ത സ്വർഗത്തിന്റെ എക്സാമ്പിൾ, ഉദാഹരണം, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ആ സ്വർഗത്തിലുണ്ട് അൻഹാറുൻ നദികളുണ്ട്, മിൻ മാഇൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത ചെളിമയമില്ലാത്ത, അല്ലദീ ലാ ഖദറ ഫീ, ശുദ്ധമായ സ്ഫടികമാനമായ നല്ല കണ്ണാടി പോലുള്ള ജലമൊഴുകുന്ന സരിത്തുകൾ ആ സ്വർഗത്തിലുണ്ട്. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ആസിൻ എന്ന് പറഞ്ഞാൽ അതിൽ ചെളിമയം കലർന്നിട്ടില്ല, അല്ല കണ്ണാടി പോലുള്ള ജലം ഒഴുകുന്ന സാധാരണ പുഴ ആ സ്വർഗത്തിലുണ്ട്. മൂവാറ്റുപുഴ ആറൊക്കെ കണ്ടിട്ടില്ലേ? നല്ല തെളിമയുള്ള ആറ് ആ സ്വർഗത്തിലുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, ആ സ്വർഗത്തിലുണ്ട് അൻഹാറും മിൻ ലബനിൻ, പാലിന്റെ പുഴകളും, ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചിക്ക്, അതിന്റെ ടേസ്റ്റ് മാറിയിട്ടില്ല. നോക്കൂ, ഈ ദുനിയാവിലെ പാല് നാം ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകം കാച്ചി സൂക്ഷിച്ചില്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ അത് പുളിച്ചു പോകും, കെട്ടുപോകും, പിരിയും. എന്നാൽ സ്വർഗത്തിലെ പാലിനെ പറ്റി അല്ലാഹു പറയുന്നു, ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഏത് പാലാ അത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലം യഖ്റുജ് മിൻ ളുറൂഇൽ മാഷിയ, ആട് മാട് ഒട്ടകങ്ങളുടെ അകിടിൽ നിന്നും വന്ന പാലല്ല അത്. അല്ലാഹു അവന്റെ ആദരണീയരായ ദാസന്മാർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലാറാണത്. പാലിന്റെ പുഴകൾ സ്വർഗത്തിലുണ്ട്.
അല്ലാഹു പറയുന്നു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ. ആ സ്വർഗ്ഗത്തിലുണ്ട് ഇനിയും പുഴകൾ, മിൻ ഖംറിൻ മദ്യത്തിന്റെ, കള്ളിന്റെ പുഴകളും സ്വർഗ്ഗത്തിലുണ്ട്. ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക്, കുടിക്കുന്നവർക്ക് വല്ലാത്ത രസമാണ് അത് കൊടുക്കുന്നത്. അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. പേടിച്ച ആമീൻ പറഞ്ഞത്. കാരണം മുസ്ലിയാർ ദുആ ചെയ്യുന്നത് കള്ളു കുടിക്കാനല്ലേ, ഇവിടെയല്ല, നെക്സ്റ്റ് ലൈഫ്, അടുത്ത ജീവിതത്തിൽ അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഉറപ്പായി. ആദ്യത്തെ ആമീന്റെ ശബ്ദമല്ലല്ലോ ഇപ്പോഴത്തെ ആമീൻ ഉണ്ടായത്, അല്ലേ? ഘന ഗൗരവമുള്ള ആമീനായി ഇപ്പോ. അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. പേടിക്കണ്ട, നാളെ ആഖിറത്തിൽ അത് വിതരണം ചെയ്യപ്പെടും, നമ്മൾ കുടിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവിൽ ഒരു തുള്ളി പോലും കുടിക്കരുത്. പടച്ചോൻ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ താഴെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങള്, പരിശുദ്ധ ഖുർആന്റെ മുതർജിമാണ്, തർജുമാനുൽ ഖുർആനാണ്, ഖുർആന്റെ പരിഭാഷകനാണ്. മുത്തുനബി വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം നിങ്ങൾക്കറിയുമോ? 13 വയസ്സേ ഉള്ളൂ. വെറും 13 വയസ്സുള്ള ബാല്യം. നോക്കൂ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ലമ്മനി റസൂലുള്ളാഹി ഇലാ സദ്രിഹി. ഒരു ദിവസം മുത്ത് ഹബീബ് പ്രവാചക പുങ്കവർ എന്നെ അവിടത്തെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. ലമ്മനി ഇലാ സദ്രിഹി, എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, നിന്റെ വേദത്തെ, ഖുർആനിനെ ഈ കുഞ്ഞിന് നീ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആരായി തീർന്നു? മുത്തുനബിയുടെ പ്രാർത്ഥന സഫലമായി. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്ന, ഖുർആൻ തഫ്സീർ പറയുന്നവരിൽ അവരുടെ ലീഡറായി ഇബ്നു അബ്ബാസ് തങ്ങള്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ദുനിയാവിലെ മദ്യത്തിന് 4 അപകടമുണ്ട്. ഒന്ന് അസ്സകർ, ലഹരി പിടിക്കും. രണ്ടാമത്തത് അസ്സുദാ, തലവേദന എടുക്കും. മൂന്നാമത്തത് അൽ ഖൈഅ്, ഛർദിക്കും. നാലാമത്തത് അൽ അസ്സുദാ, തലവേദനയാണ്. ലഹരി, തലവേദന, ഛർദി. നാലാമത്തത് അൽ ബൗൽ, നിന്ന് മൂത്രമൊഴിക്കുകയാണ്. പാൻറിലൂടെ പെടുത്ത് വിടും. ഞാനൊരു 2 കൊല്ലം ഈ കങ്ങഴയ്ക്ക് വളർന്നു പോവാ, കങ്ങഴയിലെ മുന്നിമാമയ. അപ്പോ റോഡ് സൈഡിൽ ഒരാളിങ്ങനെ കിടക്കുന്നു. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു അതെന്താ. അപ്പൊ എന്റെ പുറകിൽ നിന്ന് എന്റെ 2ാമത്തെ മോൻ പറഞ്ഞു അത് പാമ്പാണെന്ന് പറഞ്ഞു. പാമ്പോ? ഇവിടെ പാമ്പിനൊന്നും കണ്ടില്ലല്ലോ. അതെ, കുടിച്ച് പാൻറിലൂടെ മൂത്രം ഒഴിച്ച് പെടുത്ത് കിടക്കുന്ന ആൾക്ക് പാമ്പെന്നാ പറയുക. നമ്മക്ക് ഒസ്താക്കന്മാർക്ക് ഇത് വല്ലതും അറിയോ? അങ്ങനെ പറയോ? പാമ്പെന്ന് പറയോ? സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ കള്ളിന് 4 ദുർഗുണം. ഒന്ന് അസ്സകർ, സക്രാൻ, ലഹരി പിടിക്കും. രണ്ടാമത്തത് അൽ ഖൈ, ഇത് ഉള്ളിലോട്ട് ചെന്ന ഒറ്റ ഛർദിയ ഖൈ. മൂന്നാമത്തത് സുദാ, ഭയങ്കര തലവേദനയായിരിക്കും. നാലാമത്തത് ബൗൽ, നിന്നോ ഇരുന്നോ കിടന്നോ ഒക്കെ പാത്തി വിടും. പടച്ചോൻ കാക്കട്ടെ. എന്നാൽ സ്വർഗത്തിലെ കള്ളു കുടിച്ചാലോ? വാക്കിഅ സൂറത്ത് ഓതുന്നവരല്ലേ നിങ്ങൾ? അല്ലേ? എല്ലാ ദിവസവും വാക്കിഅ ഓദിക്കോ, പൈസക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല. 5 പെണ്ണാണെങ്കിലും ശരി, അവരെ കൊത്തിക്കൊണ്ടു പോകാൻ ആള് വരും. ആ പെങ്കൊച്ചുങ്ങളൊക്കെ വാക്കിഅ ഓതാൻ പറ. ശ്രീധനൊന്നും ഉണ്ടാക്കി വെക്കണ്ട, റാഹത്തായിട്ട് ഇറങ്ങിപ്പോവും. ഫാത്തിഹ സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. കണ്ടോ? ലാ യുസദ്ദഊൻ, അവർക്ക് തലവേദന പിടിക്കുന്നതല്ല. വലാ യുൻസിഫൂൻ, ലഹരിയും പിടിക്കുന്നതല്ല. സ്വർഗത്തിലെ മദ്യത്തിന് ലഹരിയുമില്ല, തലവേദനയുമില്ല.
അള്ളാഹു കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. മുത്തുനബി പറഞ്ഞു, ലം യഖ്റുജ് ലം യഅസുറുഹാ അഖ്ദാമുർ റിജാൽ. ആണുങ്ങൾ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി പിഴിഞ്ഞെടുത്ത ചാറല്ല അത്. കള്ളൊക്കെ പിഴിയുന്നത് എങ്ങനെയാ? മുന്തിരിയും ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുപോയിട്ട് ആണുങ്ങൾ ചവിട്ടി ചവിട്ടി അതിന്റെ നീരെടുക്കും. ഇന്നിപ്പം മെഷീനൊക്കെ ഉണ്ട്. ആണുങ്ങളുടെ കാലിന്റെ കീഴിൽ നിന്നും പിഴിഞ്ഞെടുത്ത നീരല്ല അത്. ഇത് റെഡിമെയ്ഡാ, അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുക. അള്ളാഹു കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നാലാമത്തെ നദി തേനാറാണ്. തേൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅൻഹാറും മിൻ അസലിൻ മുസഫാ വഅൻഹാറുൻ. ആ സ്വർഗ്ഗത്തിൽ നദികളുണ്ട്. മിൻ അസൽ, തേനിന്റെ നദികളുമുണ്ട്. മുസഫാ, നല്ല പ്യൂരിറ്റിയാണ്. മുസഫ, സഫാ, തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എത്ര നിങ്ങൾ തേൻ മേടിച്ചോ. ഞാൻ വയനാട്ടിൽ വയലിന് പോയി കഴിഞ്ഞ കൊല്ലം, കൽപ്പറ്റ മുണ്ടേരിയില്. അവിടെ സർക്കാർ കൊടുക്കുന്ന തേൻ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ വാപ്പച്ച ഇല്ലേ, കുടിച്ച ഉടനെ പറയും തേനാണോ. ഇച്ചിരി കുടിച്ചു. അപ്പച്ച പറഞ്ഞത്, തേനൊരു ലേശം ഇതിനകത്തുണ്ട്, ബാക്കിയൊക്കെ ശർക്കര ഉരുക്കിയതാ മോനെ എന്ന്. എവിടെ തേൻ കിട്ടും? നല്ല തേൻ. സുഹൃത്തുക്കളെ, തേൻ, അതിനെപ്പറ്റി ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, സൂറത്തുൻ നഹൽ, തേനീച്ച. നമുക്കത് പിന്നീട് വിവരിക്കാം. തേനിന്റെ പുഴ സ്വർഗത്തിലുണ്ട്. എങ്ങനത്തെ തേൻ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലം യഖ്റുജ് മിൻ ബുതൂനിൻ നഹൽ. തേനീച്ചകളുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന തേനല്ല അത്, അല്ലാഹു നിർമ്മിച്ച തേനാണത്. വഅൻഹാറുൻ മിൻ അസലിൻ മുസഫാ. ഖുർആൻ ഓതുമ്പോ കാണാം ഈ ആയത്തുകൾ. സൂറത്ത് മുഹമ്മദ്. ആ സൂറത്തിന് വേറൊരു പേരുണ്ട്, സൂറത്തുൽ ഖിതാൽ എന്നും പേരുണ്ട്. നിങ്ങൾ ഓതി നോക്കൂ. ഇതൊന്നും ഷമ്മാസ് ഉസ്താദ് നിർമ്മിച്ചു പറയുന്നതല്ല, ഇതൊക്കെ ഖുർആനിലുള്ളതാ. ഇനിയുണ്ടോ സ്വർഗത്തിൽ കുടിക്കാൻ? ഇപ്പൊ നമ്മൾ സ്വർഗത്തിൽ കുടിക്കാൻ കിട്ടുന്ന ഡ്രിങ്കിങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈറ്റിംഗ്, എന്തൊക്കെ തിന്നാൻ കിട്ടും, സ്വർഗത്തിലെ സുഖങ്ങൾ ഓരോന്നും ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. സ്വർഗം സുഖിക്കാനുള്ളതാ, സ്വർഗത്തിൽ പോയിട്ട് അമൽ ചെയ്യാനുള്ളതല്ല. അമലിന്റെ വീട് ഇതാണ്. ഇവിടെയാണ് നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ പ്രവർത്തിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു 2 നദിയുടെ പേര് കൂടി പറഞ്ഞിട്ട് എന്തൊക്കെ തിന്നാൻ കിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, അല്ലാഹു സൂറത്തുൽ ദഹറില്, പരിശുദ്ധമായ ഖുർആനിലെ അദ്ദഹർ അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീലാ. അവർക്ക് കുടിപ്പിക്കപ്പെടും. വയുസ്ഖൗന ഫീഹാ കഅസൻ, ഒരു കോപ്പയിൽ നിന്നും, കാന മിസാജുഹാ സൻജബീലാ, അതിന്റെ ടേസ്റ്റ് സൻജബീൽ. സൻജബീലാണ്. എന്താ സൻജബീൽ എന്ന് പറഞ്ഞാൽ? എന്താ എന്താ അതിന്റെ ചെറിയ ടേസ്റ്റ് ഉള്ള സാധനം ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. ഈ മുമ്പിലത്തെ കടയിൽ കിട്ടും. 7up, ലിംക, സ്പ്രൈറ്റ്, ഇതൊക്കെ അതിന്റെ ചെറിയൊരു ടേസ്റ്റ്. ദുനിയാവല്ലേ ഇത്, അത് സ്വർഗം. ഇഞ്ചിയുടെ ടേസ്റ്റുള്ള സൻജബീൽ, നല്ല ഇഞ്ചി രസമുള്ള നല്ല പാനീയം ആ സ്വർഗത്തിൽ അവർക്ക് കുടിപ്പിക്കപ്പെടും. ഐന, അത് ഒരു പുഴയാണ്. ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല, ആ പുഴയുടെ പേര് സൽസബീൽ എന്നാണ്. അതിങ്ങനെ ഒഴുകുകയാണ്. അതിൽ നിന്നും മുഅ്മിനീങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക് നല്ല ഇഞ്ചിയുടെ ടേസ്റ്റുള്ള ആ പാനീയം കുടിപ്പിക്കപ്പെടും. അല്ലാഹു നമുക്ക് കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. മനസ്സിലായില്ലേ? ജിഞ്ചർ അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പൊ ഏതാണ്ട് സ്വർഗത്തിലെത്തിയതുപോലെ ഉണ്ട് ഇരുത്തം കണ്ടിട്ട്, അല്ലേ? ഏതാണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? സ്വർഗത്തിലിരിക്കും പോലെ തോന്നുന്നില്ലേ? അല്ലാഹു പടച്ചോൻ കബൂലാക്കി തരട്ടെ. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇനി ഒരു പാനീയം കൂടി പറയാം. ഏതാണത്? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ,
കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. വൈലുൽ ലിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറതൻ നഈം യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. അബ്റാറുകൾക്ക്, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കുടിക്കാൻ കൊടുക്കും. യുസ്ഖൗൻ മിർ റഹീഖിൻ മഖ്തൂം, സീല് വെച്ച ശുദ്ധമായ മദ്യം അല്ലാഹു കുടിക്കാൻ കൊടുക്കും. മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക്, അതിന്റെ സീല് കസ്തൂരിയാണ്, മെഴുകല്ല. അതിന്റെ സീല് കസ്തൂരിയാണ്. ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ഈ വിശിഷ്ടമായ പാനീയം കുടിക്കാൻ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, മുന്നേറുന്നവർ മുന്നേറട്ടെ, അമലുകൾ ചെയ്തുകൊണ്ട്. അല്ലാഹു പറയുന്നു, അതങ്ങനെ തന്നെ കുടിക്കുകയല്ല. വമിസാജുഹു മിൻ തസ്നീം, അതിന്റെ മിക്സഡ് വാട്ടർ, അതിലേക്ക് കലർത്തി കുടിക്കുന്നത് തസ്നീം എന്ന ആ വിശിഷ്ടമായ പാനീയമാണ്. ഐന, അത് സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഒരു അരുവിയാണ്. യശ്റബു ബിഹൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടിയ മുഖറബീങ്ങൾ യഥേഷ്ടം കുടിക്കുന്ന ഒരു നദിയാണ് തസ്നീം. അതിലെ വെള്ളം എടുത്തിട്ട് മിക്സഡ് ആക്കിയിട്ടാണ് ഈ ശുദ്ധമദ്യം അല്ലാഹു നമുക്ക് കുടിക്കാൻ തരുന്നത്. അല്ലേ? ആ ഫ്രീക്കന്മാര്, പിള്ളേര്, അവര് ചിലപ്പോ ഈ സൈസൊക്കെ കഴിക്കാൻ വേണ്ടി അവര് ചെമ്മീൻ കൊണ്ടുവരാൻ പറയും, ഞണ്ട് പൊരിച്ചത് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അവര് വലിയ കുപ്പി സോഡയും വാങ്ങും. അല്ലേ? സുബ്ഹാനല്ലാഹ്. സൂചന തരാനേ ഇപ്പൊ പറ്റുള്ളൂ. അത്തരത്തിൽ ജാഹിലിയത്തിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. എന്തിനു പറയുന്നു, 2 ആഴ്ച മുമ്പ് ഞാൻ എന്റെ മോനെ ഒരു സോഡ മേടിച്ചോണ്ട് പോവാ, ആ ക്ലബ്ബ് സോഡ. കടക്കാരൻ ചോദിക്കുക, എന്താണ് ക്ലബ്ബ് സോഡയൊക്കെ എന്തിനാണ്? ഓ പറ, വാപ്പച്ചിക്ക് ഭയങ്കര ദാഹം. ഞാനായതുകൊണ്ട് കടക്കാരൻ വിശ്വസിച്ചതാ. മനസ്സിലായില്ലേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മമ്മലിക്കാക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? അല്ലാഹു കാക്കട്ടെ. സുഹൃത്തുക്കളെ, സ്വർഗത്തിലെ മിക്സഡ് വാട്ടർ, ഈ വിശിഷ്ടമായ തസ്നീം എന്ന് പറയുന്ന പുഴയിലെ ആ വിശിഷ്ടമായ പാനീയമാണ് ഈ മദ്യവുമായിട്ട് കൂട്ടിക്കലർത്തി തരുന്നത്. ഞാൻ തസ്നീം പറയുമ്പോ ഒരാളെ എനിക്ക് ഓർമ്മ വരികയാ. അല്ലാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. കാരണം 22 വർഷങ്ങൾക്കപ്പുറം ഞാൻ 90-ൽ കണ്ണൂർ കാമ്പസാർ പള്ളിയിൽ ഇമാമായിരുന്നു. 90, 91, 92, 93 തുടക്കം. എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച മഹലാണ് കണ്ണൂർ കാമ്പസാർ പള്ളി, അല്ല തലശ്ശേരി സ്റ്റേഡിയം പള്ളി. ഞാൻ സ്റ്റേഡിയം പള്ളിയിലും കണ്ണൂരിലും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അപ്പോ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഒരു സ്ഥലമുണ്ട് കണ്ണൂർ ജില്ലയിൽ, മട്ടന്നൂരിനടുത്ത് ശിവപുരം. അവിടെ ഒരു 4 നില മദ്രസയാ പൊങ്ങി നിൽക്കുന്നത്. അതിന്റെ 1-ാം നിലയ്ക്കും 2-ാം നിലയ്ക്കും 3-ാം നിലയ്ക്കും 4-ാം നിലയ്ക്കും ഞാൻ വാത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ഇതുപോലെ ആയത്തോതി പ്രസംഗിച്ചപ്പോ തസ്നീം എന്ന് പറഞ്ഞു. അപ്പോ അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു പിതാവ് അവരുടെ മകൾക്ക് ഷമീമ തസ്നീം എന്ന് പേരിട്ടു. ആ കൊച്ചാണ് പനി വർദ്ധിച്ച് ചികിത്സ തെറ്റി നമ്മുടെ കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മരണപ്പെട്ട് ഈ സമുദായത്തിലെ ഒരു ഡോക്ടർ ആവേണ്ടിയിരുന്ന ഷമീമ തസ്നീം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിന്റെ പിതാവ് അബൂട്ടിക്ക കേസുമായിട്ട് നടക്കുക, എപ്പോഴും വാർത്തകൾ വരുന്നുണ്ട്. ആ കുട്ടിയുടെ ഖബറ് ശിവപുരത്താണ്. അല്ലാഹു പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ അബൂട്ടിക്ക എന്ന് പറയുന്നത് എന്റെ സുഹൃത്താ, എന്റെ അടുത്ത സുഹൃത്താ. അദ്ദേഹത്തിന് ബസ്സും, അദ്ദേഹം ഗൾഫിലും മസ്കറ്റിലൊക്കെ ആയിരുന്നു. മനസ്സിലായില്ല? അപ്പോ ഒരു പ്രഭാഷണം കേട്ടിട്ട് അതിൽ പറഞ്ഞ ഒരു പേരാണ് സ്വന്തം മകൾക്ക് ആ പിതാവ് പേര് വിളിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഷമീമ തസ്നീമിനെ ഞാൻ എപ്പോഴും സദസ്സിൽ വെച്ച് ഓർക്കും. ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല പടച്ചവൻ അവരുടെ ആഖിറം വെളിച്ചമാക്കി തരട്ടെ. നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അല്ലാഹു തആല അവരുടെ എയിം, ലക്ഷ്യം പൂർത്തിയാക്കി പഠിച്ച് PG, അതുപോലെ തന്നെ ഏതെല്ലാം കോഴ്സുകളുണ്ടോ അതൊക്കെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാകാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് പറയുമ്പോൾ ഒരു സങ്കടം കൂടി പറയട്ടെ. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ വിട്ടു തന്നു.
മലപ്പുറം ടൗണിൽ കിടന്ന്, മലപ്പുറം ടൗൺ കണ്ടവരുണ്ടാവും. KSRTC ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ചുറ്റിലും 4 മുസ്ലിം പെൺകുട്ടികൾ മഫ്ത ധരിച്ചിട്ടുണ്ടെങ്കിലും അവര് സുഹൃത്തുക്കളെ ചുരിദാറും അതുപോലെ തന്നെ പാന്റിയൊക്കെ ധരിച്ച് അവര് തുള്ളി സിനിമാ പാട്ടുകൾ, ആൺകുട്ടികൾ പാട്ട് പാടുന്നു, അതിനൊപ്പിച്ച് ഒരു പറ്റം പെൺകുട്ടികൾ തുള്ളിച്ചാടുകയാ. എന്നെ വല്ലാണ്ട് ഇത് വേദനിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഡിസിപ്ലിൻ അല്ലേ തരേണ്ടത്? നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് കൾച്ചർ അല്ലേ തരേണ്ടത്? ഇന്ന് ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു കൾച്ചറും ഇല്ല. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി അവസരം കിട്ടുമ്പോൾ പറയാം. പെൺകുട്ടികളെ നിങ്ങളെ വേദനിപ്പിച്ചതല്ല, നിങ്ങൾ ബിടെക്കും നിങ്ങൾ എംടെക്കും ഒക്കെ പഠിച്ച് മിടുക്കികളാവണം. പക്ഷേ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ, ലജ്ജ, അച്ചടക്കം നമുക്കുണ്ടാവണം. അള്ളാഹു പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തസ്നീം എന്ന് പറയുന്ന പുഴ, ആ പുഴയിൽ നിന്ന് കുടിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. ഖുർആനിൽ കുടിക്കാനുള്ള പദാർത്ഥങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഉസ്താദെ തിന്നാനൊന്നുമില്ലേ സ്വർഗത്തിൽ? ഉണ്ട്. സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നു, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയാ. സ്വർഗത്തിൽ 2 നേരമേ ശാപ്പാടുള്ളൂ. 2 നേരമാണ് സ്വർഗത്തിലെ ഫുഡ്. വലഹും റിസ്ഖുഹും ഫീഹാ, അവർക്ക് ആ സ്വർഗത്തിൽ അവരുടെ ഭക്ഷണമുണ്ട്. ബുക്റതൻ വഅശിയാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഉച്ചക്ക് ഊണില്ല. നിനക്ക് തോന്നുന്നുണ്ട് എന്നാ പിന്നെ സ്വർഗത്തിൽ പോണ്ടെന്നല്ലേ? സുഹൃത്തുക്കളെ, 2 നേരമേ ഫുഡുള്ളൂ സ്വർഗത്തിൽ, രാവിലെ വൈകിട്ട്. ബാക്കി സമയങ്ങളിലൊക്കെ എന്താ തിന്നോണ്ടേയിരിക്കും. എന്താ തിന്നാനുള്ളേ? കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹാ. അല്ലാഹു സൂറത്തുൽ ബഖറ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ. സ്വർഗനിവാസികൾ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് ഭക്ഷണമായി ഫ്രൂട്ട്സുകൾ നൽകപ്പെടും, കായ് കനികൾ, പഴവർഗ്ഗങ്ങൾ. അല്ലാഹു പറഞ്ഞു, വമിൻ കുല്ലി സമറാത്ത്, ഏതെല്ലാം ഫ്രൂട്ട്സുകൾ ഉണ്ടോ അത് മുഴുവനും സ്വർഗത്തിലുണ്ട്. എപ്പോഴും പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ടേയിരിക്കും. നല്ല കളറല്ലേ സ്വർഗനിവാസികൾക്ക് അല്ലേ? ഫ്രൂട്ട്സ് കഴിക്കണം. മനസ്സിലായില്ലേ? ചുമ്മാ ഈ പൊറോട്ടയും ഈ ഇത് പുട്ട് മാത്രം തിന്നാ പോരാ, നല്ല ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിച്ച് കഴിക്കണം. അപ്പൊ നല്ല കളറ് വെക്കും, നല്ലതാ. പക്ഷെ പറഞ്ഞിട്ടെന്താല്ലേ, ഇന്ന് എല്ലാ ഫ്രൂട്ട്സിലും എന്താ ഭയങ്കര മാരക വിഷമാണല്ലേ. ഇന്ന് വിഷമില്ലാത്ത ഒരു ഫ്രൂട്ട് ഉണ്ട്. ഏതാ മറ്റേ വലിയ ഫ്രൂട്ട്, നമ്മുടെ നാടൻ ചക്ക. അത് തന്നെ, ചക്ക. ഇപ്പൊ കണ്ടില്ല, ചക്ക, വരിക്ക ചക്കയൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോവുക. നമുക്കൊന്നും കിട്ടൂല. തമിഴ്നാട്ടിൽ ചെന്നാൽ 2 ചുളക്ക് 20 രൂപ. 2 ചുളക്ക് 20 രൂപ. സുഹൃത്തുക്കളെ, ചുമ്മാ ചക്കപ്പഴം തിന്നോ. അതിന്റെ കൂഴച്ചക്കയും ഉണ്ട്, അതിന്റെ വരിക്കച്ചക്കയും ഉണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് ഇടനേല എപ്പോ ഉണ്ടാക്കാം അല്ലേ? എന്റെ വല്യമ്മ 98-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ചക്ക എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആഖിറത്തിലേക്ക് പോയി, ബർസഖി ജീവിതത്തിലേക്ക് പോയി. നമുക്കാർക്കും ചക്ക ഉള്ളൂല. പിന്നെ മായ ചേർക്കാത്ത ഫ്രൂട്ടുള്ളേ, നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പപ്പായ അല്ലേ? ഞങ്ങളുടെ ഇരാറ്റുപേട്ട ഓമയ്ക്ക എന്ന് പറയും. ഇവിടെ എന്ത് പറയുന്നു എനിക്കറിയില്ല. എന്താ പറയാ കപ്പളങ്ങ. കപ്പളങ്ങ. അതിന് ഓരോന്നിനും ഓരോ ജില്ലയിൽ ഓരോ പേരാ. സുഹൃത്തുക്കളെ, ഇത്രയും ബെസ്റ്റ് നല്ല പ്രോട്ടീനും എല്ലാം ഉള്ള ഒരു സാധനം വേറെ ഉണ്ടോ? ഒരു മായവും ഇല്ലല്ലോ, ഒരു ചെലവും ഇല്ലല്ലോ. അല്ലാഹു ഫ്രൂട്ട്സുകളെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, സ്വർഗത്തിൽ എപ്പോഴും അത് വന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ മരത്തിന്റെ മുകളിൽ കിടക്കുന്ന ആ പഴം സ്വർഗനിവാസിയുടെ അടുത്തേക്ക് വരുന്നതാണ്. ദൂരത്താണല്ലോ,
മരത്തിന്റെ മുകളിലാണല്ലോ, അപ്രാപ്യമാണല്ലോ എന്ന് ചിന്തിക്കണ്ട. അല്ലാഹു പറയുന്നു ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അതിന്റെ വരവ് നിലയ്ക്കുകയില്ല. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, നിനക്ക് അതിനെ തടയപ്പെടുകയില്ല. വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ, അതിന്റെ കൊമ്പുകൾ, മുന്തിരിവള്ളികൾ, ആ കുലകൾ നിന്റെ അടുത്തേക്ക് അനുസരിപ്പിക്കപ്പെടും. നോക്കൂ, മുത്തുനബി പറയുകയാ, സ്വർഗനിവാസി കിടക്കുകയാണെങ്കിൽ അവന്റെ ചുണ്ടിന്റെ അടുത്ത് വന്ന് അതിന്റെ കുലകൾ വന്ന് നിൽക്കും. നീ ഇരിക്കുകയാണെങ്കിൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തിന്നാം, നീ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നിന്നു തിന്നാമെന്ന രൂപത്തിൽ അതിന്റെ ചില്ലകൾ നിന്റെ അടുത്തേക്ക് ചാഞ്ഞു വരും. ഖുതൂഫുഹാ ദാനിയാ, അല്ലാഹു പറയുന്നു അൽ-ഹഖ സൂറത്തിൽ, ആ കായികനികൾ നിന്റെ അടുത്തേക്ക് താഴ്ന്നു വരുന്നതാണ്. ഏണിയുടെ ആവശ്യമില്ല, ഏണിയുടെ ആവശ്യമില്ല, മറ്റൊന്നിന്റെയും ആവശ്യമില്ല. വലിച്ചു പറിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കമ്പ്, എന്താ പറഞ്ഞ പേര്? ഓ, തോട്ടി. അത് തന്നെ നാടൻ പദം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ദുനിയാവും സ്വർഗവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്? ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോ? ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോ? അല്ലാഹ് പറഞ്ഞ ഈ സെറ്റപ്പ് ഉണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ആ മാർക്കറ്റിൽ പോണം. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നില്ല, പോട്ടെ. കാരണം എന്റെ മഹല്ലാണല്ലോ. മറ്റു സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഇച്ചിരി വാതില് ഒരു ശകലമൊക്കെ ഇങ്ങനെ കയറ്റി വിടും, മനസ്സിലായില്ലേ? പക്ഷെ എന്റെ മഹല്ലാവുമ്പോ ഡിസിപ്ലിൻ ഞാൻ പുലർത്തണം, അല്ലേ? വേണ്ടേ? ഞാനിപ്പോ ഇമാമായിട്ടാണല്ലോ നിങ്ങളുടെ മഹലിലേക്ക് വന്നത്. ഇപ്പൊ പ്രാസംഗികനായിട്ടല്ല, ഇമാമ അല്ലേ പ്രസിഡന്റ്? അല്ലാഹു തആല പടച്ചവൻ എത്ര കാലം അവിടെ കാണുമെന്ന് പറയാൻ പറ്റൂല. എന്നാലും ചിരിക്കുന്നുണ്ടോ? എന്നാലും പക്ഷെ 2-3 കൊല്ലം ഇരിക്കണം, അല്ലേ? അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷം ഈ കാമ്പൗണ്ടിൽ കയറുമ്പോ. ഒരു കാര്യം ഉറപ്പാ, ഈ 2-3 ഏക്കർ സ്ഥലം കൊടുത്ത വാക്കിഫീങ്ങൾ നഗര ഹൃദയ മധ്യത്തിൽ. സുഹൃത്തുക്കളെ കണ്ടില്ലേ, മോതിരക്കല്ല് പോലത്തെ പള്ളിയല്ലേ ഇത്? പടമുകൾ പള്ളി. എത്ര ഏക്കറാ? നമ്മുടെ പൂർവികർ കൊടുത്തല്ലേ, അല്ലേ? നമ്മളാണെങ്കിൽ കൊടുക്കുവോ? ഇത്രയും സ്ഥലം, ഇത്രയും സ്ഥലം, ഇത്രയും ഏക്കർ, അല്ലേ? ഇഖ്ലാസോടെ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഇബാദത്തിന് ഒരു ടേസ്റ്റ് ഉണ്ട്, അല്ലേ? നല്ല റാഹത്തായ പള്ളി, നല്ല ദറസ്, നല്ലൊരു മുദരിസ്. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ട, ഞാൻ ഈ മക്കളെ പറ്റി എപ്പോഴും പറയും കേട്ടോ. സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്തൊരു ദറസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾ നമുക്ക് വിലയിരുത്താം വേഗം. കാരണം ഈ കുട്ടികൾ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടികളാ. ഈ കുട്ടികൾ അവിടെ ഇവിടെ എവിടെയും ചുമ്മാ ഒച്ച വെക്കൊന്നുമില്ല, തമ്മിലടിയും ഉന്തു തള്ളും ബഹളമൊന്നുമില്ല. അവർ ശരിക്കും പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, അവർ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം സ്വർഗത്തെ പറ്റി വിവരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അവാച്യമാണ് സ്വർഗം. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാലല്ലാഹു തആല, ഒരു ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയുന്നു, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, സാലിഹീങ്ങളായ എൻ്റെ ദാസന്മാർക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്ത സൗഭാഗ്യങ്ങൾ, വലാ ഉദുനുൻ സമി, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ചെവിയും കേൾക്കാത്ത, അത്രമാത്രം അവർണ്ണനീയമായ, ഒരു കണ്ണും കാണാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, മനുഷ്യ ഹൃദയത്തിൽ അചിന്ത്യമായ, ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ലിഇബാദിയസ് സ്വാലിഹീൻ, എൻ്റെ സാലിഹീങ്ങളായ ദാസന്മാർക്ക് വേണ്ടി. കണ്ടോ? ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും അതിന്റെ വിശേഷണങ്ങൾ കേട്ടിട്ടില്ല, ഒരു മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ഉന്നതമായ, മനോഹരമായ, മനോജ്ഞമായ സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാം സ്വർഗത്തെ പറ്റി പറഞ്ഞല്ലോ. സ്വർഗത്തിലേക്ക് കയറുമ്പോ ആദ്യം തിന്നാൻ കിട്ടുന്നത് എന്താ? എന്താ ആദ്യം തിന്നാൻ കിട്ടുന്നത്? പറഞ്ഞു തരാം. നോക്കൂ,
ആരംഭപ്പൂ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഹിജറ ചെയ്ത് മദീനത്തെത്തി. ഹിജറ ചെയ്ത് പലായനം ചെയ്ത് മദീനത്തെത്തിയപ്പോൾ അതാ മദീനക്കാര് സ്വീകരിച്ചു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ ബദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലും സഹാബത്ത് ഒരുമിച്ച് കൂടി. നോക്കൂ, വീടിന്റെ മട്ടുപ്പാവുകളിൽ നിന്ന് ഉമ്മപങ്ങന്മാർ, ബാലികമാർ നബിയെ സ്വാഗതം ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലും ആളുകൾ നിൽക്കുകയാണ്. അതാ അക്കൂട്ടത്തിൽ ഒരു വ്യക്തിത്വമുണ്ട്, അബ്ദുല്ലാഹിബ്നു സലാം. അവര് അന്ന് ജൂതനാണ്, യഹൂദിയായിരുന്നു. അബ്ദുല്ലാഹിബ്നു സലാം മുത്തുനബിയെ നിരീക്ഷിക്കുകയാണ്. വേദങ്ങളിൽ പറഞ്ഞ പ്രവാചകനാണോ, ലക്ഷണങ്ങളുണ്ടോ? നോക്കൂ, അങ്ങനെ അബ്ദുല്ലാഹിബ്നു സലാമിന് മനസ്സിലായി അന്നഹു ലൈസ ബിവജ്ഹിൻ കദ്ദാബ്. ഒളിവ് തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖം കള്ളന്റെ മുഖമല്ല. അബ്ദുല്ലാഹിബ്നു സലാം മുന്നോട്ട് വന്നു, പ്രവാചകന്റെ മുന്നിൽ വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി സായിലുക അൻ സലാസ്. ഞാൻ 3 കാര്യം ചോദിക്കട്ടെ. ലാ യഅലമുഹുന്ന ഇല്ലാ നബിയുൻ. അതിന്റെ ജവാബ് ഒരു പ്രവാചകനെ അറിയാൻ കഴിയുകയുള്ളൂ. ഞാൻ അങ്ങയോട് 3 കാര്യം ചോദിക്കുകയാണ്. അവിടെന്ന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൽ, ചോദിച്ചോ ചോദിച്ചോ. നോക്കൂ, അബ്ദുല്ലാഹിബ്നു സലാം പ്രവാചകനോട് ചോദിക്കുകയാണ്, മാ അവ്വലുമായ യഅകുലു അഹ്ലുൽ ജന്ന. സ്വർഗനിവാസികൾ സ്വർഗത്തിൽ കടക്കുമ്പോൾ ആദ്യമായി ഭക്ഷിക്കുന്നത് എന്താണ് നബിയേ? സ്വർഗനിവാസികൾ സ്വർഗത്തിൽ കടന്നാൽ ആദ്യം ഭക്ഷിക്കുന്നത് എന്താ? അവിടെന്ന് പറഞ്ഞു, സിയാദത്തു കബിദിൽ ഹൂത്ത്. മീനിന്റെ കരളാണ്, അതിന്റെ ഒരു കഷ്ണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞു, സദഖത യാ മുഹമ്മദ്. മുഹമ്മദേ, നിങ്ങൾ സത്യം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2 ചോദ്യം ബാക്കിയുണ്ട് അല്ലേ? രണ്ടാമത്തെ ചോദ്യം കൈഫ യശ്ബഹുൽ വലദു അബാഹു ഔ ഉമ്മഹു. നവജാത ശിശു, പ്രസവിച്ച് വീഴുന്ന കുട്ടി, ആ കുട്ടിക്ക് ഉപ്പയുടെ രൂപം ഉമ്മയുടെ രൂപം എങ്ങനെയാ കൈവരുന്നത്? ഇത് വല്ലാത്തൊരു ചോദ്യം അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഇദാ അലാ മാഉർ റജുലി സബഖൽ വലദു. നോക്കൂ, പുരുഷന്റെ ബീജമാണ് മുൻകടക്കുന്നതെങ്കിൽ കുട്ടിക്ക് യശ്ബഹുൽ വലദു അബാഹു, പിതാവിന്റെ രൂപസാദൃശ്യം വരും. വൈദാ അലാ മാഉൽ മർആ, സ്ത്രീയുടെ ബീജമാണ് മുൻകടക്കുന്നതെങ്കിൽ യശ്ബഹുൽ വലദു ഉമ്മഹു, കുട്ടിക്ക് മാതാവിന്റെ രൂപസാദൃശ്യമുണ്ടാകും. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, മാഉർ റജുലി ഗലീലുൻ അബിയല്ലോ, പുരുഷന്റെ ബീജം കട്ടികൂടിയതാണ്, വെളുത്തതാണ്. വമാഉർ റജുലി റഖീഖുൻ അസ്ഫറു, സ്ത്രീയുടെ ബീജം നേർന്ന മഞ്ഞ കളറാണ്, കട്ടി കുറഞ്ഞതാണെന്ന് മുഹമ്മദ് മുസ്തഫ. സദഖത യാ മുഹമ്മദ്. മുഹമ്മദേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് അബ്ദുല്ലാഹിബ്നു സലാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മെഡിസിൻ ആണ് ഈ പറഞ്ഞത് അല്ലേ? നോക്കൂ, 3ാമത്തെ ചോദ്യം ചോദിക്കുകയാ. 3ാമത്തെ ചോദ്യം, മാ അവ്വലു അശ്റാത്തു സാഅ. ഖിയാമത്തിന്റെ 1ാമത്തെ അടയാളം എന്താ? ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും വന്നു കഴിയുമ്പോ പിന്നീട് ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതൊരു തീജ്വാലയാണ്, തീഗോളമാണ്. ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാണ് ആ തീ പുറപ്പെടുന്നതോടുകൂടി. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലല്ലാഹ്. ജൂതനായ യഹൂദിയായ അബ്ദുല്ലാഹിബ്നു സലാം നോക്കൂ, സഹാബിയായി ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തു. സ്വർഗത്തിൽ ആദ്യം തിന്നാൻ കിട്ടുന്നത് എന്താ?
മക്കത്ത് ഉംറയ്ക്ക് പോയാൽ അമീർ ആദ്യം കുടിക്കാൻ തരുന്നത് എന്താ അത് കുടിക്കാൻ തരുന്നത്? ആപ്പിളും തരും, മായും തരും. മായില്ലേ? സ്വർഗത്തിൽ കയറിയാൽ ആദ്യം തിന്നാൻ കിട്ടുന്നത് മത്സ്യത്തിന്റെ കരളിന്റെ സിയാദത്തു കബിദിൽ ഹൂത്. ഭയങ്കര ടേസ്റ്റാ. അല്ലാഹു കുടിക്കാൻ പടച്ചോൻ തിന്നാൻ തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിൽ നമുക്ക് ഒരുപാട് കുടിക്കാനും തിന്നാനുമുണ്ട്. എപ്പോഴും ഭക്ഷിക്കുന്നത് ഫ്രൂട്ട്സുകളാ. അതിന്റെ വിശേഷണം നമ്മൾ കേട്ടല്ലോ. ഇനി തിന്നാൻ സ്വർഗത്തിൽ മറ്റൊരു വിഭവം കൂടിയുണ്ട്. അല്ലാഹു പറയുന്നു, വലഹമി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. ആ സ്വർഗത്തിൽ അവർക്ക് തിന്നാനുണ്ട് അവര് ആശിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസം. നല്ല പക്ഷിമാംസം അല്ലാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഹദീസിൽ വരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദു തുആമി അഹ്ലി ദുനിയാ വ അഹ്ലിൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും ആളുകൾക്ക് അല്ലാഹു തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണങ്ങളുടെ നേതാവ് അല്ലഹമോ, അത് മീറ്റാണ്, ഇറച്ചിയാണ്. ഈ ദുനിയാവിലെയും മുന്തിയ ഭക്ഷണം ഇറച്ചിയല്ലേ? നാളെ സ്വർഗത്തിലും ഇറച്ചി തന്നെയാണ്. എന്നാൽ കേൾക്കണോ, ഈ ഇറച്ചിയിൽ ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി ഏറ്റവും നല്ല പരിശുദ്ധമായ ഇറച്ചി ലഹ്മുത്തൈർ, അത് പക്ഷിയുടെ ലഹ്മാണ്, ഇറച്ചിയാണെന്ന് മുഹമ്മദ് മുസ്തഫ.